NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ വിമർശനവുമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നിങ്ങളാണ് എല്ലാമെന്ന് കരുതുന്നവരെന്നും എല്ലാം മന്നത്തിന്റെ സംഭാവനയാണ് എന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. So we are only a tool to continue his good legacy. So we should take the society with us. I am the president. I am the general secretary. So you should not come, you should not come, we should not come. That should not be our aim. Everybody should come, everybody should contribute, everybody should serve. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് സുരേഷ് ഗോപി MP പറഞ്ഞു. ഒന്നുകിൽ ഇരിക്കുന്നവർ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് പ്രതികരണം. തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി MP പറഞ്ഞു. ആ കോസ്മിക് ലോ പ്രകാരം അതിന്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോൾ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും, ആവുന്നില്ലേ? ഇലക്ഷന് ശേഷം വലിയ ശുദ്ധി നടന്നില്ലേ, ഇല്ലേ? അതുപോലെ വരട്ടെ. പക്ഷേ അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാനോ അതിൻ്റെ ശക്തി മറ്റു ചില ഉദ്ദേശങ്ങൾക്കായിട്ട് അത് തകർക്കാനായിട്ട് ഇറങ്ങണ്ട. അതിനേക്കാൾ അയോഗ്യമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട്. നിങ്ങൾ എല്ലാം ഒരേ തട്ടിൽ വെച്ച് നിങ്ങൾ ഭയങ്കര ചൂസ് ചെയ്യാവരുത്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, പെരുന്ന NSS ആസ്ഥാനത്തെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ നേരത്തെ മുൻ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനും ഏറ്റവും ഒടുവിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അനുമതി നിഷേധിച്ചിരുന്നു. ഇത് വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ആദിൽ പാലോട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അതിൽ ദില്ലിയിൽ വെച്ചാണ് ഈ രൂക്ഷ വിമർശനം CP രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഒപ്പം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വലിയ കടുപ്പിച്ച വാക്കുകൾ തന്നെയാണ് പറയുന്നത്. അങ്ങനെ എല്ലാമാണെന്ന് കരുതരുത്, അത് ഒരു ലെഗസിയുടെ തുടർച്ചയാണ്, അങ്ങനെ എല്ലാം എന്ന് കരുതരുത്, ഇന്ന ആളുകൾ വന്നാൽ മതി, ഇന്ന ആളുകൾ വരേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നു തന്നെയാണ് ഉപരാഷ്ട്രപതിയുടെ വിമർശനം. ഉറപ്പായും അങ്ങനെ തന്നെ വിലയിരുത്തണം. ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യം, ഈ വിമർശനം ഉന്നയിച്ച നമ്മൾ കേട്ട ബൈറ്റുകളിലുള്ള രണ്ടുപേരും സുകുമാരൻ നായരുമായി കോർത്തിട്ടുള്ളവരാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഉപരാഷ്ട്രപതിയുടെ കാര്യം, ഉപരാഷ്ട്രപതി പുഷ്പാർച്ചന നടത്താൻ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് പെരുന്നയിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് നേരത്തെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എടുത്തിരുന്നു എന്നുള്ളതാണ് ഒരു വശം. രണ്ടാമത്തേത് 2015 സുരേഷ് ഗോപി അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പെരുന്നയിലെത്തുകയും പെരുന്നയിൽ നിന്ന് സുകുമാരൻ നായർ തന്നെ ഇറക്കി വിടുകയും ചെയ്ത സംഭവമുണ്ട്. രണ്ടു പേർക്കും ജി സുകുമാരൻ നായരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും എടുത്തു കാണേണ്ടത്. അതിന്റെ പ്രതിഫലനം എന്ന നിലയിൽ തന്നെയാണ് ഇന്നത്തെ പ്രതികരണങ്ങളെയും കൂട്ടിവായിക്കേണ്ടത്. ഡൽഹിയിൽ NSS കൂട്ടായ്മ നിർമ്മിച്ച മന്നം സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഉപരാഷ്ട്രപതിയുടെയും ഒപ്പം കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപിയുടെയും വിമർശനങ്ങൾ പുറത്തു വരുന്നത്. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടും എന്നതാണ് സുരേഷ് ഗോപി പറയുന്നത്. ഒന്നുകിൽ ഇരിക്കുന്നവർ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ സ്വയം അത് തന്നെ ശുദ്ധീകരിക്കപ്പെടും എന്നതാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്. അതേസമയം ഉപരാഷ്ട്രപതിയുടെ വാചകങ്ങൾ കുറച്ചുകൂടി ഷാർപ്പാണ്, കുറച്ചുകൂടി മുനയുള്ളതാണ്. നിങ്ങളാണ് എല്ലാം എന്ന് കരുതരുത്, എല്ലാം മന്നത്തിന്റെ സംഭാവനയാണ്, ഞാനാണ് ജനറൽ സെക്രട്ടറി, ഇന്നയാൾ വരരുത് എന്ന് പറയാൻ പാടില്ല എന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു വെക്കുന്നു എന്നതാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ മന്നം സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും രൂക്ഷമായ പ്രതികരണങ്ങൾ സുകുമാരൻ നായരിലേക്ക് നീളുന്നത്. ഇതിൽ രണ്ടു പേർക്കും മോശം അനുഭവം പെരുന്നയിൽ ജി സുകുമാരൻ നായരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മറുപടി ഇപ്പോൾ നൽകുന്നു എന്ന് വിലയിരുത്താം. മാധു. അഖിൽ കെ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, സാധാരണഗതിയിൽ ആരെങ്കിലും എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞില്ല എങ്കിൽ പോലും രൂക്ഷമായ പ്രതികരണം ഉണ്ടാക്കുന്നയാളാണ് സുകുമാരൻ നായർ. ഇതിപ്പോൾ പേരെടുത്ത് വിമർശനം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല അവിടെ ശുദ്ധീകരണം ഉണ്ടാകുമെന്നതടക്കമുള്ള വിമർശനങ്ങൾ. അങ്ങനെ ഞാനാണ് എല്ലാം എന്ന് കരുതരുത് എന്ന വ്യക്തിപരമായ ആക്രമണം. എന്തായിരിക്കും സുകുമാരൻ നായരുടെ നിലപാട്? സ്മൃതി, ഈ വിഷയത്തിൽ ഒന്നും തന്നെ പ്രതികരിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് സുകുമാരൻ നായർ സ്വീകരിക്കുന്നത്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇവർ പറയുന്നവർ പറഞ്ഞോട്ടെ എന്നൊരു നിലപാട്, അല്ലെങ്കിൽ അവർ പറയുന്നതിന് മറുപടി കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഈ കാര്യമുണ്ട്. ഇതിൽ നേരത്തെ വ്യക്തത വരുത്തിയ കാര്യങ്ങളാണ്, ഇതിൽ കൃത്യമായ മറുപടി പറഞ്ഞ എന്താണെന്ന് സംഭവിച്ച നേരത്തിൽ വ്യക്തത വരുത്തിയ കാര്യങ്ങളാണ്. അത് വീണ്ടും ഇത്തരത്തിൽ കൊണ്ടുവരുന്നതിന് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകും, അതിൽ നിന്ന് കൊടുക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാട് ജി സുകുമാരൻ നായർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് അതിൽ കൂടുതൽ ആ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ, അതായത് പരസ്യമായ ഒരു പ്രതികരണം നടത്തിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം കൃത്യമായി തുറന്നു പറഞ്ഞിരുന്നു. ഈ ഉപരാഷ്ട്രപതിയുടെ വിഷയത്തിൽ ഈ പ്രോട്ടോകോൾ പ്രകാരമുള്ളത്, അതായത് ഡോഗ് സ്ക്വാഡ് അടക്കം ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തി അവിടെ പരിശോധന നടത്തും, ഈ മന്നം സമാധിയിൽ എത്തി പരിശോധന നടത്തും. ഇത് അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രോട്ടോകോൾ പ്രകാരമല്ലാതെ വന്ന് സന്ദർശനം നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പ്രോട്ടോകോൾ പ്രകാരമുള്ള പരിശോധനകൾ നടത്തിയ ശേഷം മന്നം സമാധി
സമാധിയിൽ വന്ന് സന്ദർശനം നടത്തുന്ന ആ കാര്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അത് ഡോഗ് സ്ക്വാഡ് അടക്കം അകത്തേക്ക് കയറുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവിടേക്കുള്ള പ്രവേശനം നിഷേധിച്ചത്. അല്ലാതെ ആര് വന്നാലും താൻ അവിടെ ഉണ്ടെങ്കിൽ, ഏത് പാതിരാത്രി ആണെങ്കിലും താൻ അവിടെ ഉണ്ടെങ്കിൽ ഒപ്പം ചെന്ന് ഈ മന്ത്രിസമാധിയിലേക്ക് ഒപ്പം പോകുന്ന വ്യക്തിയാണ് താനെന്ന കാര്യമായിരുന്നു അന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ സുരേഷ് ഗോപിയുടെ വിഷയമാണെങ്കിൽ ആ വിഷയത്തിൽ NSSന്റെ ഔദ്യോഗികമായ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ അതിലേക്ക് യാതൊരു ഔചിത്യവുമില്ലാതെ കയറി വന്ന ആളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ഈ ബോഡി യോഗം നടക്കുമ്പോൾ, അതായത് മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘടനകളുടെ ഒരു യോഗം നടക്കുമ്പോൾ, അവരുടെ ഒരു ഇന്റേണൽ യോഗം നടക്കുമ്പോൾ അതിനുള്ളിലേക്ക് മറ്റൊരാൾ പുറത്തേക്ക് കയറി വന്നാൽ എന്താണ് ഉണ്ടാവുക, ആ രീതിയിലുള്ള പെരുമാറ്റം മാത്രമാണ് തന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ ജനറൽ ബോഡി അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന യോഗത്തിലേക്ക് യാതൊരു ഔചിത്യവുമില്ലാതെ അന്ന് സുരേഷ് ഗോപി കയറി വന്നത്. അന്നുണ്ടായ സംഭവം അതാണെന്നും അദ്ദേഹം അതിനുശേഷം പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ നിലപാടുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ കൃത്യമായ വ്യക്തത വരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ആ കാര്യങ്ങളിൽ വീണ്ടും വിവരങ്ങൾ നൽകിയത്. വിമർശനങ്ങൾക്ക് മറുപടിയില്ല എന്ന നിലപാടിലാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ.